ഞാൻ ഇവിടെ സഫാനെ സപ്പോർട്ട് ചെയ്ത ഞാൻ വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, സഫ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഡയലോഗ് അടിക്കാണ്ട് നിൽക്കുക. അവൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അവള് വന്നിരുന്ന് പറയും. സമ്മതിച്ചോ കുട്ടാ? സഫ വന്ന് പറയും കുട്ടാ, ഞാനത് പറയത്തില്ല, എന്റെ അടുത്ത് ചോദിക്കണ്ട, എന്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയെന്ന് വെച്ച് ചോദിച്ചാലും ഞാൻ വാക്ക് കൊടുത്ത കാര്യം ഞാൻ തെറ്റിക്കൂല. അങ്ങനെ അവിഹിതങ്ങൾ രണ്ടും ഒന്നായി ഗൈസ്. സഫയും ഫസ്മിനെയും ഒന്നായിരിക്കുന്നു. ഇനി മുതൽ അങ്ങോട്ട് പരസ്പരം കുറ്റം പറയുകയോ അവിഹിത കഥകൾ പറയുകയോ പരസ്പരം തല്ലുപിടിക്കുകയോ ചെയ്യില്ല എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി മുതൽ പരസ്പരം ഒറ്റ ചങ്കുകളായിരിക്കുമെന്ന് ഈ അവിഹിതത്തിൻ്റെ പേരിൽ ഞങ്ങൾ സത്യം ചെയ്യുന്നു. ഡയറിയിൽ അവിഹിതവും പുറത്തായപ്പോൾ ഫസ്മിനയുടെ തലയിൽ ബൾബ് കത്തിരിക്കുന്നു. ആ ബൾബിൻ്റെ പേരാണ് അവിഹിത കൂട്ടായ്മ. ഈ അവിഹിത കൂട്ടായ്മയുടെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ലല്ലു അവിഹിതവും കൂടെ ഈ രണ്ട് അവിഹിതങ്ങളുടെ കൂടെ കൂട്ടുകൂടും എന്നാണ്. നേരത്തെ എന്തായിരുന്നു ചോദിച്ചാൽ ഇതിനെ കുറിച്ച് പറയാൻ കൂട്ടാ പറഞ്ഞ ടെൻഷൻ ആവണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ മുക്കൂലാന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡയറിയുടെ കാര്യം മാത്രം ഞാൻ മുക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇനി മുക്കി വീഡിയോ ചെയ്താൽ നാട്ടുകാരെടുത്തിട്ട് തല്ലും. അതുകൊണ്ട് ഇനി ഒന്നും മുക്കുന്നതല്ല എന്നിവിടെ പ്രത്യേകം അറിയിച്ചിരിക്കുന്നു. ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെയും ഞാൻ പറഞ്ഞു ഡയറിയുടെ കാര്യം ക്ലിയർ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഇന്റർവ്യൂവിൽ അങ്ങാണ്ടാന്ന് തോന്നുന്നു. ഡയറിയുടെ കാര്യം പറയണം. മൂന്നാമത്തെ ഇന്റർവ്യൂ എത്തിയിട്ടല്ലേ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ലല്ലു അവിഹിതത്തിന്റെ 3ാമത്തെ പാർട്ട് വരെ എല്ലാവരും കാത്തിരിക്കുക. അതുവരെ ഫസ്മീനയുടെ വീഡിയോകൾ മെഗാ സീരിയൽ പോലെ കടന്നു പോകുന്നതാണ്. മെഗാ സീരിയലിലെ ഗർഭം പോലെ ഫസ്മീനയുടെ ഡയറിയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ മെഗാ സീരിയൽ പോലെ വർഷങ്ങൾ കടന്നുപോയി എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നിടാവോ സെക്കൻഡ് പാർട്ട്? ഇന്നിടാൻ എനിക്ക് പറ്റൂല. ഇന്നിടാൻ എൻ്റെ മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇന്നിടാനുള്ള സമയവും ഇല്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ പുറത്തു പോകണം. ഇത്രയും നാളും സ്വന്തം ഭർത്താവിനെ വലിച്ചു കീറാൻ മാത്രം സമയമുണ്ടായിരുന്ന ഫസ്മീനയ്ക്ക് സ്വന്തം ഡയറി പുറത്ത് വന്നപ്പോൾ ഒന്നിനും സമയമില്ലാതായിരിക്കുന്നു. കാരണം സ്ക്രിപ്റ്റുകൾ എഴുതി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നതാണ്. ആലപ്പി വരുന്നുണ്ടോ? ആലപ്പി എന്താണ്? വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് തീർക്കണമല്ലോ, എന്നിട്ടല്ലേ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞേ. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂ റിയാക്ഷൻ ഞാൻ ചെയ്തു തീർത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്താന്ന് പറഞ്ഞേ. നല്ല 10 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ 10 ഇൻ്റർവ്യൂ വെച്ചിട്ട് 1000 എപ്പിസോഡുകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാം നിർത്തിപ്പോവാൻ ഒരു 2 വർഷം എടുക്കുമായിരിക്കും. അയ്യോ, എനിക്ക് മതിയായി, ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കും. ഇപ്പോഴും ഒന്നിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ക്ലാരിഫിക്കേഷൻ വരേണ്ട സമയത്ത് വന്നോളും. എല്ലാവരെയും ഒരേ സമയത്ത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 2 കൈയും ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. നമുക്ക് പിന്നെ 10 കൈയും ഒരു ദിവസം 48 മണിക്കൂറും ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പതിയെ ചെയ്താൽ മതി. നമ്മളെല്ലാവരും കൂടെ വിചിത്ര ജീവിയാണല്ലോ. മുമ്പൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയുടെ സ്വഭാവം കാണിക്കാമായിരുന്നു. ചാടിത്തുള്ളി എക്സ്പ്ലനേഷനുമായിട്ട് വരുമായിരുന്നു. ഇപ്പം എക്സ്പ്ലനേഷനും ഇല്ല, മറുപടിയും ഇല്ല, ഒരു കോപ്പും ഇല്ല. കാരണം ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഇരുന്ന് കണ്ടാൽ മതിയല്ലോ. വീഡിയോ കാണുന്ന സമയമല്ലേ പോകുന്നു. നിന്റെ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ തന്നെ 1.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഈ 1.5 മണിക്കൂർ ഞങ്ങൾക്ക് പിന്നെ വെറുതെ കിട്ടുവാണല്ലോ, സമയം പോവാതെ. ഞങ്ങൾക്ക് ഈ 1.5 മണിക്കൂർ എന്തൊക്കെ ചെയ്യാം. എന്നിട്ടും നിന്റെ ഈ തൊലിഞ്ഞ വീഡിയോ കാണാൻ നിൽക്കുന്നത് വല്ല എക്സ്പ്ലനേഷൻ, അതായത് ഡയറിക്കുള്ള എക്സ്പ്ലനേഷൻ കിട്ടുമോ എന്നറിയാനാണ്. എന്നിട്ട് അത് മാത്രം അവർക്ക് ഇടാൻ സമയമില്ല. ബാക്കി എല്ലാം അവരാതോടെ അവർക്ക് സമയമുണ്ട്. പക്ഷെ എനിക്ക് ഈ വീഡിയോട് പറഞ്ഞത് കുറെ എഫേർട്ട് ഉണ്ട്. ഇതിരുന്ന് എഡിറ്റ് ചെയ്യണം, ഇതിന് തെളിവ് വെക്കണം, വേറെ ഫോൺ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത്, ഇതൊരു 5-6 മണിക്കൂറത്തെ പരിപാടിയാണ്. അത് എത്ര പേർക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല. ഈ 5-6 മണിക്കൂറുള്ള പരിപാടിക്ക് ചുമ്മാ 5-6 മണിക്കൂറുള്ള കാര്യങ്ങൾ നടത്തൊന്നും അല്ലല്ലോ. യൂട്യൂബിൽ നിന്ന് നല്ല മണി കിട്ടുന്നില്ലേ? ഒരു മാസം 2 ലക്ഷം 3 ലക്ഷം കണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ വെറുതെ 5-6 മണിക്കൂർ കഴിഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. പൈസ കിട്ടുന്നുണ്ടല്ലോ അത്യാവശ്യത്തിൽ കൂടുതൽ. ബട്ട് ബേസിക്കലി എൻ്റെ ഒരു ദിവസത്തെ 6 മണിക്കൂർ എന്നും എനിക്ക് കളയാൻ സമയമില്ല. കാരണം എനിക്ക് പുറത്ത് വേറെ ലൈഫില്ലേ, അപ്പൊ എനിക്ക് അതും കൂടെ നോക്കണം. പുറത്ത് വേറെ ലൈഫും ഉണ്ട്. കണ്ടായിരുന്നു. ഡയറി വഴിയുള്ള ലൈഫല്ലേ, എല്ലാവരും കണ്ടായിരുന്നു, എല്ലാവർക്കും ബോധിച്ചിട്ടുണ്ട്. ആ ബോധിച്ചതിനുള്ള വല്ല എക്സ്പ്ലനേഷൻ തരാറുണ്ടോ എന്നാണ് അമ്മച്ചി ചോദിക്കുന്നത്. എല്ലാ ദിവസവും എനിക്ക് വീഡിയോയുടെ പുറകിൽ ഇരിക്കാൻ പറ്റത്തില്ല. നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും. കുറെ ആരും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ സൗകര്യത്തിന് ഞാൻ മോണിറ്റൈസേഷൻ ചിലപ്പോൾ ഓൺ ആക്കും, ഓഫ് ആകും, എൻ്റെ ഇഷ്ടം.
അല്ലെ മോൻ ഒരു 35 ലക്ഷം രൂപ അവൻ എൻ്റെ വാങ്ങിച്ച പൈസ മോൻ എനിക്ക് ഉണ്ടാക്കി താം, എന്നിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാം. എനിക്ക് ഒരു സങ്കടമില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം, ഞാൻ അവനെ വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്ര ഞാൻ ഉണ്ടാക്കും. കാരണം എൻ്റെ പോയ പൈസ എനിക്ക് അങ്ങനെ നികത്താനേ പറ്റുള്ളൂ. ഇപ്പം അവനെ വെച്ച് ചെയ്ത വീഡിയോസിനൊക്കെ 36 ലക്ഷം അല്ല, അതിനേക്കാൾ കൂടുതലുള്ളതും കിട്ടിക്കാണെന്നാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കണക്കൂട്ടൽ. എന്നിട്ട് വീണ്ടും 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 ഇതേ ടോപ്പിക്ക്, സെയിം വിഷയം, സെയിം കാര്യം, സെയിം നാടകം, സെയിം കരച്ചിൽ. ഹായ് ചേച്ചി, എന്താ ആലോചിച്ച് കണ്ണീര് കളയരുത്. ബിക്കോസ് ഹി ഈസ് നോട്ട് വർത്ത് ഇറ്റ്. താങ്ക് യു. ജൂനിയർ വാനില. മിസിരിയെ പോലെ സഫ തെറ്റ് സമ്മതിച്ചോ? കുട്ടാ സഫ വന്ന് പറയും കുട്ടാ, ഞാനത് പറയത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കണ്ട. എൻ്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയും വെച്ച് ചോദിച്ചാലും ഞാൻ വാക്ക് കൊടുത്താലും ഞാൻ തെറ്റിക്കൂല. ഇനി മുതൽ സഫയെക്കുറിച്ചോ സഫയുടെ അവിഹിതത്തിനെ കുറിച്ചോ ഞാൻ സംസാരിക്കുന്നതില്ല. അതുപോലെ തിരിച്ചും എന്നെക്കുറിച്ചും സംസാരിക്കരുത് എന്ന വാക്കായിരിക്കും കൊടുത്തത്, അല്ലേ? ഇനിയിപ്പോൾ ലല്ലുവിനെ അപരാധിച്ച് അങ്ങ് നടന്നേക്കാം. അല്ലെങ്കിൽ അവിഹിതം എന്തായാലും എൻ്റെത് പുറത്തായി. അപ്പോൾ പിന്നെ എൻ്റെ അവിഹിതം പുറത്തായ സ്ഥിതിക്ക് അവളുടെ അവിഹിതവും പുറത്തായല്ലോ. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകുന്നതായിരിക്കുമല്ലോ ബെറ്റർ, അല്ലേ? അതായിരിക്കും അല്ലേ നിങ്ങൾ കൊടുത്ത വാക്ക്? ഗീവ് അവേ എനിക്ക് തന്നില്ലല്ലോ. ഗീവ് അവേ ഞാൻ കമന്റ് പിക്കർ വെച്ചിട്ടല്ലേ. കമന്റ് പിക്കർ അല്ല, ഞാൻ കമന്റിൽ നിന്നല്ലേ സെൽഫീനെ നോക്കാൻ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഇതാക്കാനോ. ഊമ്പിക്കോ അഫ്നാൻ മായി, സ്വന്തമായിട്ട് ഊമ്പിക്കോ. ജോയിന്റ് അടിയൊക്കെ നിർത്തി നല്ല ആളായിട്ട് ജീവിക്കും. നീ കണ്ടോ ഞാൻ ജോയിന്റ് അടിക്കുന്നേ? കുട്ട കണ്ടോ? അഖിൽ R4747 മോൻ കണ്ടോ? ഞാൻ കഞ്ചാവ് അടിക്കുന്നേ? മോന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഡയറി എഴുതി വെച്ചത് ഈ കണ്ട മോനല്ല, നീ തന്നെയാണ്. മനസ്സിലായോ? നീ സ്വയം ഡയറിയിൽ എഴുതി വെച്ച കാര്യമാണ് അയാളെടുത്ത് ചോദിച്ചത്. അപ്പോൾ നീ അയാളോട് ചൂടാവുന്ന എന്തിനാ? നീ എഴുതി വെച്ചതുകൊണ്ടല്ലേ നാട്ടുകാർ അറിഞ്ഞേ? അല്ലെങ്കിൽ നാട്ടുകാർ അറിയായിരുന്നോ? അറിയത്തില്ല. നീ നാട്ടുകാരുടെ നിന്റെ ചേച്ചിയുടെ ഡയറി എടുത്ത് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് നാട്ടുകാർ അറിഞ്ഞു. എന്നിട്ട് അത് ചോദിച്ചവരോട് കയറി ചൂടാവുന്നു ഉളുപ്പില്ലാതെ. എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സംസാരം എന്തെങ്കിലും കണ്ടിട്ടാണോ ഡയലോഗ് അടിക്കുന്നത്? ഡയറി പിന്നെ ആകാശത്തിൽ പൊട്ടി മുളച്ച് താഴെ വീണാണല്ലോ. ഇത് സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് ഹായ് ചേച്ചി. ഹായ് ശ്രീ. ലൈഫിൽ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി, നെക്സ്റ്റ് ചാപ്റ്റർ കൂടുതൽ ഹാപ്പി ആയിരിക്കും ഉറപ്പായിട്ടും. അയ്യോ, ഈ ചാപ്റ്റർ അത്ര പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യില്ലേ. കുറേ ക്ലാരിറ്റി കിട്ടാനുണ്ട്. ആ ക്ലാരിറ്റി ഒക്കെ തന്നിട്ട് അമ്മച്ചി ക്ലോസ് ചെയ്യാം. അമ്മച്ചി ജയനെ പറ്റി പറയോ? ജയനെ പറ്റി എന്താ പറയണ്ടേ? ജയ കഴിഞ്ഞിട്ടുള്ള ലെറ്ററോ? തമാശിച്ചതാ, മനസ്സിലായില്ല കേട്ടോ, ഒട്ടും മനസ്സിലായില്ല. ജെ മീൻസ് ജലാൻ. ഐ ഹാഡ് ഡാഷ് വിത്ത് ജലാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത്. ഞാൻ വന്നൊന്നും പറഞ്ഞിട്ടില്ലോ. സഫ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഡയലോഗ് അടിക്കാൻ നിൽക്കുക. അവൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ അവള് വന്നിരുന്ന് പറയും. അപ്പം കേൾക്കുക. ഓക്കെ കേട്ടല്ലോ. ഇനി സഫേനെ കുറിച്ച് സഫയുടെ അവിഹിതത്തിനെ കുറിച്ചോ ഞാൻ എവിടെ ഖമാ എന്നൊരക്ഷരം മിണ്ടുന്നതല്ല. അവൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവൾ വന്ന് പറയും. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിർത്തിയ സ്ഥിതിക്ക് എനിക്ക് പറയാൻ മനസ്സില്ല എന്നാണ് ഇവിടെ ഫസ്മീന ഉദ്ദേശിച്ചത്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനായിരുന്നു നേരത്തെ വീഡിയോ ഇടണ്ടായിരുന്നു. ഞാനിപ്പോ സപ്പോർട്ട് ചെയ്തിട്ടില്ല കുട്ടാ. എനിക്ക് എന്തേലും മറച്ചു വെക്കാനാണെങ്കിൽ എനിക്ക് അവളെ ലൈവിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിഹിതങ്ങൾ തമ്മിൽ ഒന്നായിരിക്കുന്നു ഗൈസ്. ഇനി ഈ രണ്ട് അവിഹിതങ്ങളും കൂടെ ബാക്കിയുള്ള അവിഹിതങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് അധികം വൈകാതെ കേൾക്കാവുന്നതാണ്. ഞാൻ നിർത്തിയടേ, ശരി ഒന്ന്. അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാ? കുറേ കാലം സഫ ഇങ്ങനെ ഷെഫ മറ്റേതെന്നും പറഞ്ഞ് ചാടിത്തുള്ളി നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റവും കുറവും മറ്റേതും മറിച്ചതും പറഞ്ഞിട്ട് ഇപ്പം രണ്ടും കൂടെ കൈ കൊടുത്ത് ഒന്നായിരിക്കുന്നു. അധികം വൈകാതെ ലല്ലൂമ്പിയും കൂടെ വന്ന് എല്ലാം കൂടെ പറഞ്ഞ് സെറ്റാവുമായിരിക്കും. ഇതേ നടക്കാൻ പോകുന്നുള്ളൂ ഇവിടെ. ശരി എന്നാൽ ഉളുപ്പില്ലാതെ കുറേ എണ്ണങ്ങൾ.